ഹ്രീം സൗമ്യം രത്നകടസ്ഥരക്തരണം ധ്യായേത്പരാമംബികം ആരൂഢാന്ത രത്നഗരീം സ്വലോകൈകം. നീ ആ ഞാലിപ്പോലെ കൊല വെട്ടി വെച്ചോ? ഇല്ല, 2 ദിവസം കഴിട്ടെന്ന് വെച്ചു. എന്തിനാ? കണ്ട അണ്ണാനും ബാബിലൊക്കെ തിന്നോണ്ട് പോകാനോ? അത് പിന്നെ പൊറു കൊടുക്കാതെ മുഖത്തേക്ക് പറഞ്ഞു. നീ പക്ഷികളും മൃഗങ്ങളും കഴിച്ചതിന്റെ ബാക്കി മനുഷ്യന്മാർക്കുള്ളൂന്നാ. എന്നാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. എപ്പ പറഞ്ഞു? ഇന്നും പറഞ്ഞു. കുട്ടി എന്താ അവനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ. പേടിക്കൊന്നും വേണ്ട, എന്റെ സ്വന്താ. ഇവനെ എനിക്ക് കാട്ടിന്ന് കിട്ടിയതാ. അതുകൊണ്ട് മെരുങ്ങാനൊത്തിരി സമയമെടുക്കും. അന്ന് നിനക്ക് എത്ര വയസ്സുണ്ടാ? എന്നാ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. കണ്ടോ, കാലത്ത് ഇരുന്നിട്ട് കുളിച്ച് കുറിയും തൊട്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി കണ്ടുപിടിച്ചോ. നീ പോയി കുളിച്ചിട്ട് വാ, എന്നെ കഴിക്കാം. ചിമ്മിനിയുടെ ശരിക്കുള്ള നിറം ഞാനൊന്ന് കണ്ടു. ഇനിയും കണ്ടില്ലല്ലോ. കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതെവിടെ വരാനാ തിരിച്ചായി. ഇനി അഥവാ വന്നാലും അതിൻ്റെ കൂടെ പോകണ്ട. സ്വന്തമായിട്ട് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ നിലയ്ക്ക് കുട്ടി നീ എവിടെയും പോകണ്ട, ഇവിടെ നിന്നുള്ളൂ. ഊണ് സമയത്തെന്താ അവല് കഴിക്കണേ? ഇവിടുത്തെ അവല് കഴിച്ചാ പിന്നെ വേറെന്തിനാ ഭക്ഷണം? മയമേ, ഇതാ അങ്ങാടിന്ന് വാങ്ങിയതാ. അളവൊക്കുവോന്ന് അറിഞ്ഞില്ല. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. മാറാൻ എന്തെങ്കിലും വേണ്ട, അകത്തോണ്ട് വെച്ചോളൂ. പരമുവേ, ഊണ് കാലായോ? അപ്പണം കാച്ചിയാ മതി. അതെ, ആള് വന്നു തുടങ്ങി. ഇരുന്നോളൂ. മാമേ, അതിലേക്ക് നോളൂ. അപ്പോ വേഗം വെള്ളം കൊടുക്കാൻ. ശരി ചേച്ചി. ചോറ്. കുഞ്ഞുണ്ണി ഒന്ന് വേഗം വിളമ്പ്. കൊള്ളാം, ചോറ് കൊള്ളാം. സാമ്പാർ.
ആർക്കാ കൂട്ടുകാരി വേണമെന്ന് പറഞ്ഞേ? ആ ആ ആ നിങ്ങളൊക്കെ ആ ഭാഗത്ത് വരുന്നു. ആ, അങ്ങോട്ട് ഇരുന്നോ. പരമുവേ ഇത് അവിടെ പായിട്ട് കൊടുക്ക. അവിടെ എവിടെ? അവിടെ പരമേട്ട ഇവിടെ വെള്ളം. ആ വരുന്നു ആ പക്ഷേ ആ. ഓവർസിയർക്ക് എഞ്ചിനീയർക്കുള്ള ഭക്ഷണം ഇതിലെടുത്തോളൂ. ആ അത് അങ്ങോട്ട് കൊടുത്തോളൂ. പരമുവേ 2 പകർച്ച സൈറ്റിലേക്ക്. ആ. ആ പപ്പടം തിന്നു കഴിയാറായി, ഇനിയും പപ്പടം കിട്ടിയില്ല. പപ്പടം എന്താ വേണ്ടം ചോദിക്കേ? മാഷി ഇരുന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. സാരല്ല. ഇരുന്നോളൂ. ഒഴിക്കട്ടെ. ഇവിടെ രസം. ആ വേണ ഇവിടെ ഇത്തിരി ഉപ്പിലിട്ട് കുറച്ച് കൊടുക്ക്. വെള്ളം തരണേ. വെള്ളം കൊടുക്കാൻ. ആരാ കൂട്ടുകാരി ചോദിച്ചേ? ഇവിടെ ദാ. അറിഞ്ഞത് ആ. ഇതാ വരിയിൽ വിളമ്പിക്കോളൂ. അപ്പോ ഈ ഉണ്ട ഇലയൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് തുടക്കേ. ദേ, അവിടെ വെള്ളം ചോദിക്കണു. എവിടെ? അവിടെ. അപ്പൊ ആ രസം കൂടെ എടുക്ക്. ദാ, രസം ചോദിച്ചില്ലേ? ആ ഇവിടെ ആർക്കാ രസം? അതെ ഇവിടെ. ദേ, ഇവിടെ അവിയല് വേണം. അവിയല് എവിടെ? അവിടെ. ആർക്കാ കൂട്ടുകാരി വേണ്ടത്? എനിക്ക്. കുഞ്ഞയ്യപ്പാ, ഈ അങ്ങോട്ട് പൊയ്ക്കോ. പോവാനാ പറഞ്ഞ എന്നോട്. കളി എന്റെ അടുത്ത് വേണ്ടാട്ടോ. പറഞ്ഞ മനസ്സിലാവില്ല. പോവാനല്ലേ പറഞ്ഞ എന്നോട്. ഇനി ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഏറ് പടക്കൊണ്ട് തന്നെ ഇല്ല. ആരാത്? ആരാ? ആനയോ? ഇത് നമ്മുടെ കുഞ്ഞയ്യപ്പനാണല്ലോ. എടാ, നീ എന്ത് വകതിരിവില്ലായ്മ ഈ കാണിച്ചത്? ഇന്നലെ രാത്രി കൂടെ കളത്തി വന്നതാ. പാവം.
പാവോ കുറുമ്പയുണ്ട് കയ്യില് പിടിച്ച് ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കണം. നീ പോയി DFO ഇവരെ അറിയിക്കേ. ഓനെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാന്നേ. ഓ അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? കൊല വന്ന എത്ര നേന്ത്രവാഴ ഇവൻ നശിപ്പിച്ചെന്ന് അറിയാവോ? എവരെ കയറ്റി വിട്ടിട്ട് വീണ്ടും വന്ന് കൃഷി നശിപ്പിച്ചാലേ നിങ്ങൾ ഉണ്ടാക്കി തരുമോ? അതെ, നിങ്ങൾ കാട്ടി കൃഷിനാ പോരാ, അത് നോക്കി നടത്താനും പഠിക്കണം. അതിന് ഉറക്കൊഴിച്ച് കാത്തിരിക്കാൻ വേണം. അത് നിങ്ങൾക്ക് വയ്യ. രാവിലെ വെള്ളം അടിച്ച് വന്നിരിക്കുന്നു. വെടിവെച്ച് കൊല്ലണേന് പറയാം അവന്റെ ഒരു വെടിവെച്ച് കൊല്ലുവാടയ്യ. ഒന്ന് അടങ്ങിയിരിക്കണം കുഞ്ഞുനേട്ടാ. നീ പോയിട്ട് കുറച്ച് കയറും പടവും കമ്പി ബടിയൊക്കെ എടുത്തോണ്ട് വാ. പോവോ. ഞാൻ കയറ്റി തരാം. എടാ കുഞ്ഞയ്യപ്പാ, ഈ പേടിക്കണ്ടാ, അനക്ക് ഞാനുണ്ട്. താപ്പാരകരെ വിളിച്ചോ കൂപ്പിന്ന്. ഈ കമ്പങ്ങ പിടിച്ചേ. 2 കുറുക്കൂടെ എടുത്തോ. കനമുള്ള വേണേ. നീ ഉണ്ടാണ്ടി. നീ എന്നെ കാണിക്കാൻ പോടാ ഈ കയറും കൊണ്ട്. ആനക്കൊമ്പ കെട്ടിത്തൂക്കി ചാകാൻ പോവാണ്. ഈ ഉണ്ടാണ്ടിടാ, ഞാൻ കാണിച്ചുതരാ. അതെന്താ അവിടെ? അത് കുഴിഞ്ഞു പിടിച്ച് കേട്ടാനാ. അയ്യോ, അപ്പൊ വീഴില്ലേ? അതിനല്ലേ അവിടെ കയറ് കെട്ടണത്. നല്ല വരിഞ്ഞു മുറുക്കിക്കട്ടെ, ആരും വരും. തുണി വേണമല്ലോ. ഇങ്ങോട്ട് കാട്ടണം. ഞാൻ പറഞ്ഞിട്ടേ വിടാവൂ. എന്തുട്ടാ കാണിക്കണേ? ശരിയാണോന്ന് ഈ വാദം പറഞ്ഞൂടെ? നാട്ടുപോട്ടെ, മെല്ലെ മെല്ലെ. ഇനി പോകട്ടെ, പോകട്ടെ, പോകട്ടെ. എടാ കോപ്പ നേരെ വീഴ. എന്താണ് എന്താണ്? പയ്യെ താട്ടുപോട്ടെ. ഇറക്ക ഇറക്ക. മേലോട്ട് പോകട്ടെ. താട്ടിറക്ക, താട്ടിറക്ക. ഇങ്ങോട്ട് തിരിക്കാ. ഒക്കെ പിടിച്ച് വലിക്കണം. ഇവിടെ ഒക്കെ. പയ്യെ 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 നാട്. പയ്യനെ അങ്ങനെ പോട്ടെ. നിക്കട്ടെ 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 നിക്കട്ടെ. പൊക്കിയത് നാടുവാക്കാം. ഞാനാടാ. പേടിക്കണ്ടടാ, നിന്നെ ഇപ്പൊ കയറ്റിവിടാ, ഇപ്പൊ കയറ്റിവിടാ. അനങ്ങാ നിക്കണം കേട്ടോ. കണ്ണി കണ്ട കിഴി വന്ന് വേണ്ടി ഇപ്പൊ ഒന്ന് ചിടുങ്ങളോ. അടങ്ങി നിക്കവിടെ. വീക്ക് വെച്ചാൽ ഞാൻ അങ്ങനെ അങ്ങനെ നിന്നോ. അങ്ങോട്ട് വരിക. പയ്യ പയ്യ പയ്യ. താപ്പാന്ന് പറഞ്ഞിട്ട് കേട്ടോ. വടവും കയറും ഒക്കെ ശരിയാക്കി വെച്ചോ. അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. കയറെടുത്ത് കൊടുക്ക. കുറുക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ. അടിച്ചു പിടിക്കാതെ. വലിച്ചോ, വലിക്കട്ടെ, വലിച്ചോ. നിങ്ങൾ അങ്ങോട്ട് വലിക്കേ. കേറട്ടെ. അയ്യേ, എന്താടാ ഇത്? നിങ്ങൾ അങ്ങോട്ട് വലിക്കുന്നത്. കേറി വാടാ. കേറട്ടെ. നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. ആ കത്തിയോടെ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. അതിതാ ആ കൊമ്പ് 2 മൂട്ടെടുത്തിട്ട് വെറുതെ അതിനെ ഒരൊറ്റ കുത്തു വെച്ചാണ്ടല്ലോ. കുഞ്ഞേപ്പാ, ഇനി നീ എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ കേട്ടോ. ഇനി വഴിക്ക് വരല്ലേ. ഏറ്റിവിടാൻ ഞാനുണ്ടാവില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഈ ഒരു ബീഡി വലിച്ചേ. അപ്പൊ ബീഡി വലിക്കൂല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഏയ്, അപ്പൊ ഞാൻ കണ്ടതോ? ആരോ ഒരുത്തൻ കത്തിച്ചു തന്നു, ഞാൻ വലിച്ചു. ഉം. ആ ബേജാറിന്റെ ബീഡിയല്ലേ എന്ത് കിട്ടിയാലും വലിക്കൂലേ എന്ന് വെച്ച് മാഷോട് പറയല്ലേ.
ആ കുഴിയിൽ പൊങ്ങും താഴെയും ചെയ്തപ്പോ ഞാനിനി വിളിക്കാത്ത ദൈവങ്ങളില്ല. അതിപ്പോ ഒരു ആപത്ത് വരുമ്പോ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ നോക്കേ. മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും രണ്ടിന്റെയും ജീവൻ ഇക്കൊരുപോലെയാ. ഇക്കഴിഞ്ഞ ഓണത്തിനെ നമ്മുടെ അടുക്കളപ്പുരമില്ലേ, ഓന്റെ കുട്ടി കിണറ്റിൽ വീണു. അയ്യോ, ഓടിക്കൂടാനും ഒച്ചയിടാനും ഒക്കെ നമ്മുടെ ആളുകൾക്ക് നല്ല മിടുക്കാണല്ലോ. ഒരെണ്ണം വേണമല്ലോ എടുത്ത് ചാടാൻ. ഈ പരമ കൂടെ മിടിച്ചോണ്ട് നിന്നു. അല്ല, മൂപ്പര് ചാടിയിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാന്ന് വെച്ചോ. കുട്ടി ഒന്ന് പൊന്തി, പിന്നെയും പൊന്തി, 3 കഴിഞ്ഞാ പിന്നെ പൊന്തില്ല. ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല, എടുത്ത് ചാടി കുട്ടിയെ കയറ്റി. അന്ന് മുറിഞ്ഞ പാടായത്. ആ ആനയുടെ കൊമ്പിലോ തുമ്പിക്കയിലെങ്ങാനും പെട്ടിരുന്നെങ്കിലോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതിനല്ലേ ആളോള് നിന്നിരുന്നത്. അപ്പ വലിക്കില്ലേ വടം മേലോട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞേപ്പനല്ലേ ഉപദ്രവിക്കില്ലാന്നും കയറ്റി വിടാനാന്നും ഞാൻ ഓരോട് നേരത്തെ പറഞ്ഞിരുന്നേ. പറഞ്ഞത് അപ്പടി ആനയ്ക്ക് മനസ്സിലായും കാണും. കാണൂല്ലോ, അതുകൊണ്ടല്ലേ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഓ മേലോട്ട് കയറി പോയത്. എനിക്ക് അതിനൊന്ന് തൊടണമെന്നുണ്ടായിരുന്നു. അതപ്പ പറഞ്ഞാ മതിയായിരുന്നല്ലോ. തൊടുവ് തടവ് എന്ത് വേണ ചെയ്യായിരുന്നു. എനിക്കൊരു ആനവാല് കൊണ്ടുതരുവോ? എന്തിനാ? അതുകൊണ്ട് മോതിരം ഉണ്ടാക്കിയിട്ടാ പേടി സ്വപ്നം കാണില്ലെന്നാ. ചുമ്മാ പറയണതാണെന്നേ. അല്ലേ തന്നെ അവന്റെ വാലിൽ ആകെ 2 തന്നെ ഉള്ളു. ഇനി അതുകൂടെ പറിച്ചെടുത്താ പാവം. ഇനി പേടി തോന്നുമ്പടേ ഇങ്ങോട്ട് നോക്കി എന്നെ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു പേടിയില്ലാതെ ആ കാട്ടില് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയണൂന്ന്. എന്ത് പറഞ്ഞാലും ഒരു പേടി. എനിക്ക് ഒന്നിനെയും പേടിയില്ല. അപ്പൊ രാത്രിയിൽ കാലങ്ങോഴി കൂവിയാലോ? ഞാൻ തിരിച്ചു പോവും. എണയാണെന്ന് ചിലപ്പോ അവറ്റ വരികയും ചെയ്യും. അത് ചുമ്മാ. സത്യം, സ്നേഹിക്കാൻ മനുഷ്യന്മാരെക്കാൾ നല്ലത് മൃഗങ്ങളാ. ഞാനൊന്നും മറന്നു. ദേ, ഇത് രക്തചന്ദ്ര. ഏതോ ദുഷ്ടന്മാർ പണ്ട് കാട്ടിന്ന് വെട്ടിക്കൊണ്ടുപോയതിന്റെ കുറ്റിയാ. കിളക്കുമ്പോ കിട്ടിയതാക്കി. ഇത് ദിവസവും അരച്ചു പുരട്ടിയ മുഖം ദേ വെട്ടിത്തിളങ്ങും. മായമ്മയുടെ നാളെന്താ? രേവതി. ആഹാ, രേവതി എന്ന് പറയുമ്പോ ശുക്രം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അറിയില്ല. തുടങ്ങി. ഇനി നല്ല ഫലങ്ങൾ ഉണ്ടാവണം, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഗുണങ്ങൾ കിട്ടണം. എന്റെ ഇളയ മോളുടെ നാളും രേവതിയാ. മാഷിക്ക് എത്ര കുട്ടികളാ? എനിക്ക് 2 പെൺകുട്ടികളാ. അതില് മൂത്തത് അത് ഓർക്കാൻ പറ്റില്ല. ഒരു പനിന്ന് കേട്ടിട്ടാ ഇവിടുന്ന് വീട്ടിലേക്ക് പോയത്. രാത്രി വന്ന് കയറുമ്പം ഇറക്കി കിടത്തിയിരിക്കുക തറയില്. കുളിപ്പിച്ച് കുറിയും തൊട്ട്. മഞ്ഞപ്പിത്തായിരുന്നു, അറിഞ്ഞില്ല. സഹിക്കുക, എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് സമാധാനിക്കുക, അല്ലാണ്ടെന്താ. എനിക്ക് നാളെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒന്ന് പോകണം. ഡാം സൈറ്റ് വരെ കറണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു വിളിച്ചാൽ നമുക്കും വിളിച്ചായി. എന്ന് വെച്ചാൽ ഊണ് സമയം കഴിഞ്ഞേ ചിലപ്പോൾ തിരിച്ചെത്തുള്ളൂ എന്നർത്ഥം. അപ്പോ വിളമ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ല, കൗണ്ടറിലെ കാര്യവും കാശിന്റെ കാര്യവും കൂടെ മായമ്മ നോക്കേണ്ടി വരും. അയ്യോ, എനിക്കിതൊന്നും അത്ര ശീലമില്ല. ശീലം ഉണ്ടായിട്ടാ ഇയാള് മണിമണി പോലെ ഓടി കിടന്നിങ്ങനെ വിളമ്പത്. 2 2 എത്രയാ? 4 4 4 8 എന്ന് 2 16 16 8 പോയാൽ 8 8 6 പോയാൽ 2. കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു. പിടി താക്കോൽ പിടിക്കേ.
എന്താ താക്കോല് പിടിക്കാൻ